ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കിങ് കോഹ്ലി ഇമാതിരി ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ആരാധകർ സന്തോഷിക്കാതിരിക്കേണ്ടത്? പക്ഷേ ഏറെ സങ്കടവുമുണ്ട്. കാരണം നാണക്കേടിൻ്റെ മറ്റൊരു ദിവസം കൂടി സമ്മാനിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർക്ക്. 37 വർഷങ്ങൾക്ക് ശേഷം ടീം ഇന്ത്യ ന്യൂസിലാൻഡിനോട് ഒരു ODI സീരീസ് തോറ്റിരിക്കുന്നു. ന്യൂസിലാൻഡിൻ്റെ സ്ക്വാഡ് വന്നപ്പോൾ തന്നെ ഇതെന്തൊരു സ്ക്വാഡാണ്, ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ പോലും കഴിയാത്ത സ്ക്വാഡെന്ന് പലരും വിലയിരുത്തിയിട്ടുണ്ട്. കാരണം അവരുടെ പല പ്രമുഖ താരങ്ങളും ഇല്ലാതെയാണ് അവർ ഈ ഒരു ODI പരമ്പര കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതും. പക്ഷേ അതേ സ്ക്വാഡ് വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വമ്പൻ ടീമിനെ ന്യൂസിലാൻഡ് 2-1 തകർത്തുകൊണ്ട് സീരീസും തൂക്കി പോവുകയാണ്. ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള ഈ ഒരു സീരീസിലെ അവസാന മത്സരത്തിലും നമ്മുടെ ടീം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 37 വർഷങ്ങൾക്ക് ശേഷം ടീം ഇന്ത്യയെ ഒരു ODI പരമ്പരയിൽ ന്യൂസിലാൻഡ് തോൽപ്പിക്കുന്നു. അതൊരു വലിയ നാണക്കേട് തന്നെയാണ്. ന്യൂസിലാൻഡ് ഉയർത്തിയ 338 റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ടീം ഇന്ത്യ 296 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. കിങ് കോഹ്ലി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. വീരോചിത സെഞ്ചുറി, അലോൺ വാരിയർ, തകർത്താട്ടം, പടുകൂറ്റൻ ഗംഭീര സെഞ്ചുറി എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിൽ കൂടി ന്യൂസിലാൻഡിന് വേണ്ടി ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഡാരിൽ മിച്ചലിന്റെ തകർപ്പൻ സെഞ്ചുറി, ഗ്ലെൻ ഫിലിപ്സിന്റെ തകർപ്പൻ സെഞ്ചുറി, ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനത്തിന്റെ മികവിൽ അവർ ഉയർത്തിയ ആ ഒരു പടുകൂറ്റൻ ടാർഗറ്റിന് മുമ്പിൽ ടീം ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാരൊക്കെ നിരാശപ്പെടുത്തുകയായിരുന്നു. ചേസിംഗിൽ ഒട്ടും മികച്ച തുടക്കമായിരുന്നില്ല ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നതും. രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ ഗില്ലും KL രാഹുലും ശ്രേയസ് അയ്യരും ജഡേജയും ഒക്കെ നിരാശപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 71 റൺസ് എന്ന നിലയിൽ പതറുന്ന ടീം ഇന്ത്യയെ അവിടെ നിന്നും നിതീഷ് കുമാർ റെഡ്ഡിയെ കൂട്ടുപിടിച്ചുകൊണ്ട് കിങ് കോഹ്ലി തന്നെയാണ് ടീം ഇന്ത്യയുടെ ആ ഒരു ചേസിംഗിന് ജീവൻ നൽകിയിട്ടുണ്ടായിരുന്നതും. നിതീഷ് കുമാർ റെഡ്ഡി 53 റൺസ് എടുത്തുകൊണ്ടാണ് പുറത്തായത്. പിന്നീട് വന്ന ജഡേജയ്ക്കും മികവ് കാട്ടാൻ സാധിച്ചില്ല. കളി ഇന്ത്യൻ ടീം വലിയ തോതിൽ പരാജയപ്പെടുകയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചൊരു ഘട്ടമായിരുന്നു അത്. അപ്പോഴാണ് ഹർഷിത് റാണയുടെ വരവ്. ശരിയാണ്, ഈ ഒരു മത്സരം ഇന്ത്യൻ ടീം പരാജയപ്പെട്ടിട്ടുണ്ട്. 41 റൺസിന്റെ വലിയ വിജയം തന്നെയാണ് ന്യൂസിലാൻഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നതും. പക്ഷേ ഒന്നുമല്ലാതെ ആയിപ്പോവുമെന്ന് എല്ലാവരും മുദ്രകുത്തിയ ആ ഒരു ചേസിങ്ങിനെ അവിടെ നിന്നും കരകയറ്റുന്നത് ഹർഷിത് റാണയുടെ ഗംഭീരമായിട്ടുള്ള ഇന്നിംഗ്സിന്റെ മികവ് തന്നെയായിരുന്നു. ശരിയാണ്, കിങ് കോഹ്ലി ഒരു ഭാഗത്ത് നിന്നും പോരാടുന്നുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് പോരടിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആരും കൂട്ടിനില്ലായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കോഹ്ലിക്ക് കൂട്ടായിക്കൊണ്ട് വാലറ്റത്തിൽ നിന്നും ഹർഷിത് റാണ വന്നുകൊണ്ട് തീർച്ചയായിട്ടും പക്വതയോടുകൂടെ ബാറ്റ് ചെയ്യുന്നതും. ഹർഷിത് റാണയുടെ ഷോട്ട് കണ്ടുകൊണ്ട് രോഹിത് ശർമ്മയുടെ ഒരു റിയാക്ഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഹർഷിത് റാണ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്ട്രൈക്ക് റേറ്റ് ഒട്ടും കുറഞ്ഞു പോവാതെ വേണ്ട തരത്തിലുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്നും വന്നു എന്ന് തന്നെയാണ് പറയേണ്ടതും. കൈയടിക്കണം ഹർഷിത് റാണയുടെ ആ ഒരു ഗംഭീര ബാറ്റിംഗ് പ്രകടനത്തിന്. 41 പന്തിലാണ് അദ്ദേഹത്തിന് 50 വരുന്നത്. 43 പന്തുകളിൽ 52 റൺസാണ് റാണയുടെ സംഭാവനയും. ഇന്ത്യ ആ ഒരു ഘട്ടത്തിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് എന്ന നിലയിൽ ഹർഷിത് റാണ പുറത്താവുന്ന ടൈമിൽ പിന്നീട് 38 പന്തിൽ 61 റൺസാണ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത്. പിന്നീട് തന്നെ സിറാജും ഔട്ടാവുന്നു. എങ്കിലും കിങ് കോഹ്ലിയുടെ പോരാട്ടം അവിടെയും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. 5 ഓവറിൽ 54 റൺസ് വേണമായിരുന്നു ഇന്ത്യക്ക്. ഒടുവിൽ 108 പന്തിൽ 124 റൺസിന്റെ കിടിലൻ ചേസിംഗ് നടത്തിക്കൊണ്ട് കിങ് കോഹ്ലിയും മടങ്ങിപ്പോവുകയായിരുന്നു. അതോടുകൂടെ ഇന്ത്യയുടെ സകല പ്രതീക്ഷകളും അവസാനിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ODIയിലെ 54ാമത് സെഞ്ചുറിയാണിത്. 85th ഇന്റർനാഷണൽ സെഞ്ചുറി ആൻഡ് ഹീസ് നോട്ട് ഡൺ യെറ്റ്. കിങ് വിരാട് കോഹ്ലി അദ്ദേഹം തന്റെ ഗംഭീര ഫോം തുടരുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ടീം ഇന്ത്യ വലിയ തോതിലുള്ള പരാജയം തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ODIയിലും നമ്മുടെ ടീം എന്തൊക്കെയോ പിഴവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള തോന്നലുകൾ ഇപ്പോൾ തന്നെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.